ഹായ് ഗൈസ്, നമ്മൾ കൂലി സിനിമയുടെ റിവ്യൂവിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ലോകേഷ് കനകരാജ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടങ്ങളിലെല്ലാം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. മഹാനഗരം ആയിക്കോട്ടെ, കൈദി ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, എന്തിന് ലിയോ ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ പരിപൂർണമായും ഈ പടത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ തന്നിട്ടില്ല. ഇത്രയും നല്ല പടങ്ങൾ എടുത്ത ലോകേഷ് കനകരാജ് രജനീകാന്തുമായി കൂട്ടുവന്നപ്പോൾ നമ്മൾ തീർച്ചയായും ജയിലർ സിനിമയെക്കാട്ടും ഓവറായി എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാവണം ആ ഒരു സിനിമ പ്രതീക്ഷയ്ക്കത്ര ഉയർന്നു വന്നില്ല. ഒരു ആവറേജ് പടം എന്നല്ലാതെ കൂലി സിനിമയിൽ വേറൊന്നും പറയാനില്ല. രജനീകാന്തിന്റെ സാഗും ഓറയൊക്കെ തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ അത്രയും വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഓവറായി എക്സ്പെക്ട് ചെയ്തൊരു പടം ആയതുകൊണ്ടാകാം തീർച്ചയായും ഒരു ആവറേജ് ഫീലാണ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയൊരു പ്ലോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും തീർച്ചയായും ഡൗൺ ആയി പോയൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫ് ഒരു ബിലോ ആവറേജിലേക്ക് പോയതും പടം മൊത്തത്തിൽ ഒരു ആവറേജ് പടമായി പോയതും. ലോകേഷിന്റെ തന്നെ കരിയറിലെ ലാസ്റ്റ് പടമായ ലിയോയിൽ ആ സെക്കൻഡ് ഹാഫ് എത്രത്തോളം നമുക്ക് ഒരു ഇമ്പാക്റ്റ് തരാതിരുന്നോ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും കൂലിയിലും സെക്കൻഡ് ഹാഫിന് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരാൻ ലോകേഷിന് കഴിയാതെ പോയത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ ഉപേന്ദ്ര ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സൗബിൻ സാഹിർ ആയിക്കോട്ടെ, ഇവരെല്ലാം അവരുടേതായിട്ടുള്ള നല്ല രീതി, പ്രത്യേകിച്ച് ഉപേന്ദ്രയും നാഗാർജുനയും അവരുടെ സാഗും ആ ഓറ എന്ന് പറയുന്ന ആ ഒരു ഫിലിം എപ്പോഴും രജനീകാന്തിനെക്കാട്ടും മികച്ചു നിന്നു എന്ന് തന്നെ വേണേൽ പറയാം. സൗബിന്റെ വേഷം തീർച്ചയായും വേറൊരു ആക്ടർ ആയിരുന്നുവെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആക്കായിരുന്നു. പുള്ളി സൗബിന്റെ ആ ഒരു നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് പുള്ളിയെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ ഇതിന്റെ മ്യൂസിക്കാണ്, നമുക്ക് തന്നെ അറിയാം. അനിരുദ്ധ് എല്ലാ പടത്തിലും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു. ഇതിലും മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്നാലും ചിലയിടങ്ങളിൽ പുള്ളി കുറച്ചൊന്ന് ഡൗൺ ആയി. മൊത്തത്തിൽ പുള്ളി കൊള്ളാം. എല്ലാവരുടെയും BGM, പ്രത്യേകിച്ച് നാഗാർജുനയുടെയും ഉപേന്ദ്രയുടെയും ഒക്കെ BGM പക്ക ഒരു തീയായിരുന്നു വേണമെങ്കിൽ പറയാം. അമീർ ഖാനും വലിയൊരു ഇമ്പാക്റ്റ് തീർച്ചയായും ഈ പടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലോകേഷിന്റെ പടത്തിൽ ഒരു ക്യാമിയോ വരുമ്പോഴത്തേക്കിന് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് അമീർ ഖാന് ഇതിലൂടെ സാധിച്ചിട്ടില്ല. പടം മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലാണ്. ഒരുപാട് ഓവറായി എക്സ്പെക്ട് ചെയ്യാതെ നോർമലി പോയി കാണുവാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. അതായത് ഒരുപാട് ഓവറായി എക്സ്പെക്ട് ചെയ്തു പോയാൽ നമുക്ക് വളരെ ഡിസപ്പോയിൻമെന്റ് ആയിട്ടേ തിരിച്ചു വരാൻ സാധിക്കൂ. ആരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ ഒരു രജനീകാന്തിന്റെ പടം കാണാൻ പോകണം എന്ന് തോന്നി പോകുക നിങ്ങൾക്ക് വാച്ചബിൾ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് അടുത്തൊരു പടത്തിന്റെ റിവ്യൂമായി നമുക്ക് കാണാം ഗൈസ്. ഓക്കെ.